ഹലോ ഹായ് എല്ലാവർക്കും സ്റ്റാർ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാർ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ SCRT ക്ലാസ് 10 ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററായ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ. അതിൻ്റെ തുടർച്ചയായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില ആശുപത്രി ഉപകരണങ്ങളെ കുറിച്ചാണ്. ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്. അതുപോലെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് ലബോറട്ടറി റിപ്പോർട്ട് എന്ന ഭാഗം ആണ്. അതിനുശേഷം വ്യത്യസ്ത തരം സ്പെഷ്യലൈസേഷനുകളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ രക്തഗ്രൂപ്പുകളെ കുറിച്ചുള്ള ധാരണയും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നു. അപ്പോൾ കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വെക്കുന്നതായിരിക്കും. തീർച്ചയായും ആ ലിങ്കുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ബാക്കിയുള്ള ക്ലാസ്സുകൾ, മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കൂടി കാണുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സ്റ്റാർ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെക്കുറിച്ച്, ഏതാനും ചില ചുരുക്കം ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രീകരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ചിത്രീകരണത്തിൽ ആശുപത്രിയിൽ നമ്മൾ സ്ഥിരമായി കാണാൻ സാധ്യതയുള്ള ചില ഉപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അത് നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റി, നമുക്കറിയാം നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിൽ ലെൻസുണ്ട്, ഹാർട്ടുണ്ട്, അല്ലേ? റിബ് കേജിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊറാക്സിക് ക്യാവിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് ഹാർട്ട് റിലേറ്റഡ് ആയി പൾസ് നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഹാർട്ട് ബീറ്റിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അറിയാനായി നമുക്ക് സ്റ്റെതസ്കോപ്പിനെ ആശ്രയിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർമാരുടെ കഴുത്തിൽ ഈ സ്റ്റെതസ്കോപ്പ് നമുക്ക് സ്ഥിര സാന്നിധ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് അതൊരു ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. നമുക്കറിയാം തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? തെർമോമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. എന്ന് വെച്ചാൽ ആശുപത്രിയിലും മറ്റും ശരീര ഊഷ്മാവ്, ബോഡി ടെമ്പറേച്ചർ അളക്കാനാണ് എന്ത് ഉപയോഗിക്കുക? ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുക. ഇതിനകത്ത് മർക്കുറി ഉണ്ട്, ലിക്വിഡ് മെറ്റലാണ് മർക്കുറി, അല്ലേ? അതുകൊണ്ട് തന്നെ ചൂട് ഏൽക്കുന്ന സമയത്ത് മെറ്റൽ ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ആ തെർമൽ എക്സ്പാൻഷൻ പ്രോപ്പർട്ടിയാണ് മർക്കുറി, നമ്മളെ തെർമോമീറ്ററിനകത്ത് മർക്കുറി നിറക്കാനുള്ള കാരണം. അടുത്തതായി ഉപകരണം നമ്മൾ ഓൾറെഡി അതായത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ട ഒരു ഉപകരണമാണ്, പഠിച്ച ഒരു ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. അപ്പോൾ സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന ഉപകരണം ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ രക്തസമ്മർദ്ദം, അതായത് നമ്മുടെ രക്തം ആർട്ടറി ധമനികൾക്കകത്ത് ചെലുത്തുന്ന കൂടിയ മർദ്ദമായ സിസ്റ്റളിക് പ്രഷറും കുറഞ്ഞ മർദ്ദമായ ഡയസ്റ്റളിക് പ്രഷറും നമുക്ക് ഇത്തരത്തിൽ സ്ഫിഗ്മോ മാനോമീറ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഉപകരണങ്ങളും വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ വളരെ കോമൺ ആയി നമുക്ക് കാണുന്ന ഉപകരണങ്ങളാണ്. ഇത് കൂടാതെ ആശുപത്രിയിൽ മറ്റും വലിയ വലിയ ഉപകരണങ്ങൾ കാണാറുണ്ട്. ഹൃദയപേശികളുടെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനായി ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിക്കുന്നത് ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദ ഹാർട്ട് മസിൽസ്. അതുപോലെ ബ്രെയിനിലെ, മസ്തിഷ്കത്തിലെ ഇത്തരത്തിലുള്ള വേവുകളെ, ഇലക്ട്രിക് വേവുകളെ, വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ എൻസെഫലോഗ്രാമാണ്, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഇവിടെ അൾട്രാസൗണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആന്തര അവയവങ്ങളുടെ സ്ഥാനം ഒക്കെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ. അതുപോലെ
CT സ്കാനിങ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫിക് സ്കാൻ. ഇവിടെ എക്സ്റേയുടെ സഹായം കൊണ്ട്, കമ്പ്യൂട്ടർ അതുപോലെ തന്നെ എക്സ്റേയുടെ സഹായം കൊണ്ട് ഒരാളുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസിന്റെ 3D വിഷ്വൽസ്, ത്രിമാന ദൃശ്യങ്ങൾ ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫിക് സ്കാനിങ് എന്നറിയപ്പെടുന്ന CT സ്കാനിങ്. അടുത്തതായി MRI സ്കാനിങ് ആണ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതും ആന്തര അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ, അതായത് 3D വിഷ്വൽസ് കാണിക്കുവാനായി, അല്ലെങ്കിൽ 3D വിഷ്വൽസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ, ശരീരത്തിനകത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആശുപത്രി ഉപകരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ലബോറട്ടറി റിപ്പോർട്ട്? അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ എന്താണ് ലബോറട്ടറി റിപ്പോർട്ട്? അപ്പോൾ നമ്മളിപ്പോൾ ആശുപത്രി ഉപകരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ഉപകരണങ്ങൾ ഇത്രമാത്രമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതിലും ഒരുപാട് ഉപകരണങ്ങൾ ഇനിയുമുണ്ട്. നമുക്കറിയാവുന്ന എൻഡോസ്കോപ്പ് പോലുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഇനിയും ആശുപത്രിയിൽ സജീവമായിട്ട് അല്ലെങ്കിൽ ആശുപത്രികളിലുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ലബോറട്ടറി റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു രോഗം വന്ന് അസുഖം ബാധിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോകും. ഓക്കെ, നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ വിൽ ഐഡന്റിഫൈ വാട്ട് ആർ ഓൾ ദ സിംറ്റംസ് ദാറ്റ് വി ഹാവ്. നമ്മളുടെ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർ വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്യും. നിങ്ങൾ തന്നെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് ഡോക്ടർ പല കാര്യങ്ങളും ചോദിക്കും. നിങ്ങൾക്ക് പനിയുണ്ടോ, നിങ്ങൾക്ക് ചുമയുണ്ടോ, നിങ്ങൾക്ക് തലവേദനയുണ്ടോ, നിങ്ങൾക്ക് ശരീരവേദന ഉണ്ടോ, നിങ്ങൾക്ക് ഛർദിയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിക്കുന്നത്. നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഡോക്ടർ മനസ്സിലാക്കും. മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർ രോഗം എന്താണെന്ന് നിർണ്ണയിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ രോഗം നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു തരൂ. പക്ഷേ ചില സമയങ്ങളിൽ ഡോക്ടറുടെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷണം വെച്ച് നിങ്ങളുടെ രോഗം എന്താണെന്ന് ഡോക്ടർക്ക് നിർണ്ണയിക്കാൻ പറ്റണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. അത്തരം സാഹചര്യങ്ങളിൽ, അതായത് ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗം നിർണ്ണയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഡോക്ടർ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കുക. നിങ്ങളുടെ സാമ്പിൾ അതൊന്നിക്കിൽ രക്തമാവാം, അല്ലെങ്കിൽ മലമാവാം, അല്ലെങ്കിൽ മൂത്രമാവാം, അല്ലെങ്കിൽ കഫമാവാം. ഇങ്ങനെയുള്ള സാമ്പിളുകൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള സാമ്പിളുകൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയും. ടെസ്റ്റ് റിസൾട്ടിന്റെ ഒടുവിലാണ് ഡോക്ടർ നിങ്ങളുടെ രോഗം നിർണ്ണയിക്കുന്നുണ്ടാവുക. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഡെങ്കി പനി ബാധിച്ച ഒരാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പനി ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പനി, തലവേദന പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. മറ്റു രോഗങ്ങൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ട് താനും. അപ്പോൾ ഡെങ്കിപ്പനിയാണ് ബാധിച്ചത് എന്ന് ഡോക്ടർക്ക് സ്ഥിരീകരിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? ആ വ്യക്തിയുടെ രക്തം പരിശോധിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ? ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ ഡെങ്കി വൈറസ് ഉണ്ടാവും. ഈ ഡെങ്കി വൈറസിന് ഒരു ഹോബി ഉണ്ട്. എന്താണ്? ബോൺ മാരോയിൽ നിന്ന് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെ ഉണ്ടാവാൻ അനുവദിക്കൂല. അപ്പോൾ ബോൺ മാരോ, അസ്ഥിമജ്ജയിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവുന്നത് ബ്ലോക്ക് ചെയ്യുന്ന വൈറസാണ് ഡെങ്കി വൈറസ്. അപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാളുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ രക്തപരിശോധനയിലൂടെ ഡോക്ടർ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നോക്കുകയാണ്. എക്സ്പെക്റ്റഡ് വാല്യൂവിനേക്കാളും കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റും ഡെങ്കി ഫീവർ ആണെന്ന് തിരിച്ചറിയാൻ ഡോക്ടർക്ക് സാധിക്കും. അതുപോലെ പലതരത്തിലുള്ള കഫൺ ടെസ്റ്റ് ചെയ്യാറുണ്ട്. കഫൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ക്ഷയരോഗം എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്തെങ്കിലും ഇൻഫറൻസിലേക്ക് എത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ലബോറട്ടറി പരിശോധനയിലൂടെ പല രോഗങ്ങളും നമ്മൾക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ്റെ അളവ്, അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കോമ്പോസിഷൻ്റെ വേരിയേഷൻ നോക്കിയിട്ട് കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് വരെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ലബോറട്ടറി ടെസ്റ്റ് വളരെ ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. രോഗനിർണയത്തിന്, ഡയഗ്നോസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുന്നത്, ലബോറട്ടറി പരിശോധന എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ, മോഡേൺ മെഡിസിനിൽ ധാരാളം സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് സ്പെഷ്യലൈസേഷനുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ഹാർട്ടിനെ കുറിച്ചുള്ള പഠനത്തെ കാർഡിയോളജി എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. കാർഡിയോളജി, ഹാർട്ട് ഡിസീസ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാർഡിയോളജിയിലാണ് ഡീൽ ചെയ്യുക. അങ്ങനെയാണ് കണ്ണുമായി ബന്ധപ്പെട്ടത് എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഒഫ്താൽമോളജി, കണ്ണുമായി ബന്ധപ്പെട്ട പഠനത്തെ ഒഫ്താൽമോളജി എന്ന് വിളിക്കുമ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനത്തെ ഓങ്കോളജി എന്നാണ് വിളിക്കുക. ഓങ്കോളജി എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമ്മുടെ ചെവി, നോസ്, ത്രോട്ട്, ENT ആണ്.
ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ട് പരാമർശിച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. രക്ത ഗ്രൂപ്പുകൾ. എല്ലാവരും ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. ഒരാളുടെ രക്തഗ്രൂപ്പ് എന്താണെന്ന് നിർണ്ണയിക്കുന്നത് അയാളുടെ രക്തത്തിലെ ബ്ലഡിലെ RBCയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ഏതാണെന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരാളുടെ രക്തം നമ്മൾ പരിശോധിച്ചു, അയാളുടെ RBC എടുത്തു, അതിൽ ആൻറ്റിജൻ A ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അയാളുടെ രക്തഗ്രൂപ്പ് A ആയിരിക്കും. ഇനി ആൻറ്റിജൻ B ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അയാളുടെ രക്തഗ്രൂപ്പ് B ആയിരിക്കും. 2 ആൻറ്റിജനും ഉണ്ട് എന്ന് വിചാരിക്കുക. ചില ആളുകളിൽ അങ്ങനെയാണ്. ചില ആളുകളുടെ RBC നോക്കിയാൽ ആൻറ്റിജൻ എയും കാണാം, ആൻറ്റിജൻ ബിയും കാണാം. അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പുകളെ AB ഗ്രൂപ്പ് ആണെന്ന് നിശേഷം നമുക്ക് പറയാൻ സാധിക്കും. ഇനി ചില ആളുകളുടെ ഗ്രൂപ്പ് നമ്മൾ നോക്കി രക്തം നമ്മൾ പരിശോധിച്ചാൽ ഒരു തരത്തിലുള്ള RBCയിൽ ഒരു തരത്തിലുള്ള ആൻറ്റിജൻസിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് എയും ഉണ്ടാവില്ല, ബിയും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പിനെ O ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്താണ് ഇത്തരം ഗ്രൂപ്പുകാരിൽ കാണപ്പെടുന്ന, അവരുടെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡികളുടെ പ്രത്യേകത ഒന്ന് പരിശോധിക്കാം. A ഗ്രൂപ്പുകാരിൽ ഞാൻ പറഞ്ഞു ആൻറ്റിജൻ A ആണ്. അതുകൊണ്ടാണല്ലോ A എന്ന് ഗ്രൂപ്പ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി B ആയിരിക്കും. അപ്പോൾ A ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി B ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി A ആയിരിക്കും. B ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി A ആയിരിക്കും. ആൻറ്റിജൻ എന്തായിരിക്കും? B ആയിരിക്കും. ഇനി AB ഗ്രൂപ്പുകാരിൽ 2 ആൻറ്റിജൻ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവരുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഉണ്ടാവില്ല എന്നോർത്ത് വെക്കുക. ഇനി O ഗ്രൂപ്പുകാരിൽ ഞാൻ പറഞ്ഞു ആൻറ്റിജൻസ് ഒന്നുമില്ല, എയും ഇല്ല ബിയും ഇല്ല എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡി പ്രസന്റ് ആയിരിക്കും. ആൻറ്റിബോഡി എയും ഉണ്ടാകും, ആൻറ്റിബോഡി ബിയും ഉണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഏത്? O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. O ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ ആണ് O ഗ്രൂപ്പുകാർ. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പിലേക്കും രക്തം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. യൂണിവേഴ്സൽ റെസിപ്റ്റൻ്റ് എന്ന് പറയുന്നത് AB ആണ്. സ്വീകർത്താവ് എന്ന് പറയുന്നത് AB ആയിരിക്കും. യൂണിവേഴ്സൽ ക്ലിയറായി മനസ്സിലാക്കിയല്ലോ. ഇനി ഒരാളുടെ ഗ്രൂപ്പ് പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ RH ഫാക്ടർ എന്ന ഘടകം, RH ഘടകം എന്ന ഘടകം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. RH ഘടകത്തെ തന്നെയാണ് ആൻറ്റിജൻ D എന്നും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആൻറ്റിജൻ D ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒരു രക്തഗ്രൂപ്പിനെ പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ്. O പോസിറ്റീവ് എന്ന് പറയുന്ന ഒരാളിൽ ആൻറ്റിജൻ ഒന്നും കാണപ്പെടില്ല. എന്ന് വെച്ചാൽ ആൻറ്റിജൻ എയും കാണില്ല, ആൻറ്റിജൻ ബിയും കാണില്ല. എന്നാൽ ആൻറ്റിബോഡി എയും കാണും, ബിയും കാണും. RH ഫാക്ടർ ഉണ്ടാവും, കാരണം O പോസിറ്റീവ് ആണ്. അപ്പോൾ RH ഫാക്ടർ അഥവാ ആൻറ്റിജൻ D കാണുന്നു, ആൻറ്റിജൻ A ഇല്ല, ആൻറ്റിജൻ B ഇല്ല, ആൻറ്റിബോഡികൾ എയും കാണും ബിയും കാണും. ഇനി A പോസിറ്റീവ് എന്നൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആൻറ്റിജൻ A ഉണ്ട്, ആൻറ്റിബോഡി B ആയിരിക്കും, ആൻറ്റിജൻ D അഥവാ RH ഫാക്ടർ പ്രസന്റ് ആയിരിക്കും, കാരണം പോസിറ്റീവാണ്. ഇനി AB നെഗറ്റീവ് എന്നൊരു ബ്ലഡ് നമ്മൾക്കൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻറ്റിജൻ എയും കാണും ബിയും കാണും, ആൻറ്റിബോഡികൾ ഉണ്ടാവില്ല. ഇനി RH ഘടകം അഥവാ ആൻറ്റിജൻ Dയും ഉണ്ടാവില്ല, കാരണം ഗ്രൂപ്പ് നെഗറ്റീവാണ്. ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയസ്സിൻ്റെ ഒരു ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞാൽ 18നും 60നും ഇടയിലാണ് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. 18നും 60നും ഇടയിലാണ്. ഇനി സാംക്രമിക രോഗങ്ങൾ ബാധിച്ച, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബാധിച്ച ആളുകൾക്ക് ഇത്തരത്തിൽ കൊടുക്കാൻ സാധിക്കില്ല, രക്തം കൊടുക്കുവാൻ സാധിക്കില്ല എന്ന് ഓർത്ത് വെക്കാം. മുലയൂട്ടുന്ന അമ്മമാർ, ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മദർ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി, പ്രഗ്നൻ്റ് വുമൺ, ഗർഭിണിയായ സ്ത്രീകൾക്കൊന്നും രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല എന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് സംഭവിക്കുന്നില്ല എന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഇനി രക്തം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരാളുടെ രക്തം മറ്റൊരാളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. അതായത് അന്യമായ ഒരു ആൻറ്റിജൻ ഒരാളുടെ ശരീരത്തിലേക്ക് എത്താൻ പാടില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുമ്പോൾ അയാളുടെ രക്തത്തിലുള്ള ആൻറ്റിജൻസ് എൻ്റെ രക്തത്തിൽ ഇല്ലെങ്കിൽ ആ ആൻറ്റിജൻ ആരാണോ കൊടുക്കുന്ന ആളുടെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളുടെ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുകയും അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നത് കൊണ്ട് മാച്ചിങ് ആയ ബ്ലഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊരു പോയിന്റ് കൂടി ഇവിടെ ഓർത്തു വെക്കേണ്ടത് അനിവാര്യമാണ്. ഇനി പ്ലാന്റ്സിലെ ചില ഡിഫൻസീവ് മെക്കാനിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഇലയുടെ മുകളിലുള്ള ആവരണമാണ്. മെഴുകു പോലെ വാക്സി ആയിട്ടുള്ള ഒരു ലെയറാണ് ക്യൂട്ടിക്കിൾ.
രോഗാണുക്കളൊക്കെ പ്രവേശിക്കുന്നത് പ്രിവെന്റ് ചെയ്യും. ഇനി ഈ പ്ലാന്റിന്റെ തടിയിൽ കാണപ്പെടുന്ന ബാർക്ക് എന്ന് പറയുന്ന ഭാഗം, കട്ടിയുള്ള പുറംതൊലിയെയാണ് നമ്മൾ ബാർക്ക് എന്ന് പറയുക. ഇതും രോഗാണുക്കൾ പിന്നെ ഉള്ളിലുള്ള, അതായത് പ്ലാന്റിന്റെ ഉള്ളിലുള്ള സെല്ലുകളുമായിട്ടുള്ള സമ്പർക്കം പ്രിവെന്റ് ചെയ്യുന്നത് ബാർക്കാണ്. ഇത് കൂടാതെ സെൽ വാൾ ഉണ്ടല്ലോ, പ്ലാന്റ്സിൽ കോശഭിത്തി എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലേ. ആ കോശഭിത്തിയിൽ ഞാൻ പറഞ്ഞത് ധാരാളം വസ്തുക്കൾ അടിഞ്ഞുകൂടും. സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ധാരാളം വസ്തുക്കൾ അടിഞ്ഞുകൂടാറുണ്ട്. അവിടെ രോഗാണുക്കൾ പ്രവേശിക്കാറില്ല. പൊതുവെ കോശഭിത്തി ഭേദിച്ച് കോശത്തിനകത്തേക്ക്, സെൽവാൾ ഭേദിച്ച് സെല്ലിനകത്തേക്ക് രോഗാണുക്കൾ കടക്കാറില്ല. ഇനി അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ സെൽ മെംബ്രെയിനിൽ എത്തുന്നതിന് മുന്നേ കാലോസ് എന്നൊരു പോളിസാക്കറൈഡ് നിർമ്മിക്കപ്പെടുകയും കാലോസ് എന്ന പോളിസാക്കറൈഡ് നിർമ്മിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ രോഗാണുക്കൾ അവിടെ നശിച്ചു പോവുകയും ചെയ്യുന്നുവെന്നും ഓർത്തു വെക്കണം. ഇത്രയുമാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. മൊത്തം നമ്മൾ എല്ലാ ഭാഗങ്ങളും കൂടി നിങ്ങൾ വായിച്ച്, ഈ വീഡിയോ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്കും കൂടി വായിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിക്കാനും നിങ്ങൾ നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, അക്ഷയ്. Stay safe.